ഈ രീതിയിൽ വെളുത്തുള്ളി കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയ്ക്കാം. കൊളസ്ട്രോൾ ഹൃദയ ആരോഗ്യത്തിന് അപകടകരമാകുന്ന ഒരു അവസ്ഥയാണ്. രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് ഉണ്ടായി ശരീരത്തിലേക്ക് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്ന അവസ്ഥയാണിത്. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വെളുത്തുള്ളി എങ്ങനെ കഴിക്കണം വിശദീകരിക്കുന്നു. എത്നിക് ഹെൽത്ത് കോഡ്. കൊളസ്ട്രോൾ ഹൃദയ ആരോഗ്യത്തിന് അപകടകരമാകുന്ന ഒരു അവസ്ഥയാണ്. പല കാരണങ്ങൾ കൊണ്ടും കൊളസ്ട്രോൾ വരാം. ഒരു പരിധിവരെ പാരമ്പര്യം എന്നു പറയാം. ഇതല്ലാതെ വ്യായാമക്കുറവ്, ഭക്ഷണരീതി, സ്ട്രെസ് എന്നിവയെല്ലാം തന്നെ ഇതിന് കാരണങ്ങളായി വരുന്നു. കൊളസ്ട്രോൾ നിയന്ത്രിച്ചു നിർത്താൻ കൃത്യമായ വ്യായാമവും ഭക്ഷണ നിയന്ത്രണവുമെല്ലാം പ്രധാനമാണ്. ഇതല്ലാതെ കൊളസ്ട്രോൾ നിയന്ത്രണത്തിന് നമുക്ക് ചെയ്യാവുന്ന ചില പ്രധാന ഒറ്റമൂലികളുമുണ്ട്. അതിൽ ഒന്നാണ് വെളുത്തുള്ളി. ഇത് 4-5 അല്ലി പച്ചയ്ക്ക് ചവച്ചരച്ച് കഴിക്കാം. ഇതിലെ അലിസിൻ വായിലെ ഉമനീരുമായി ചേർന്ന് അലിഡിൻ എന്ന ആൽക്കലൈഡുകളാകുന്നു. ഇതാണ് ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നത്. വെളുത്തുള്ളി തൊലി കളഞ്ഞ് പച്ചയ്ക്ക് തന്നെ ചവച്ചരച്ച് കഴിക്കണം. അച്ചാറായോ കറികളിൽ ചേർത്തോ കഴിച്ചിട്ടും കാര്യമില്ല, വിഴുങ്ങിയിട്ടും കാര്യമില്ല. ഒരു കാരണവശാലും വെളുത്തുള്ളി വെറും വയറ്റിൽ കഴിക്കരുത്. ഇത് അസിഡിറ്റി ഉണ്ടാക്കും. വെളുത്തുള്ളിയുടെ പ്രധാന ഗുണമാണ് ആൻറ്റി ഓക്സിഡന്റ് ഗുണം. ഇത് കൊളസ്ട്രോൾ നീക്കാനും സഹായിക്കുന്നത്. ഈ ആൻറ്റി ഓക്സിഡന്റ് ഗുണം ഇതിൽ നൽകുന്നത് അലിസിൻ എന്ന ഘടകമാണ്. ഇത് ആൽക്കലോയിഡാണ്. ഇതാണ് കൊളസ്ട്രോൾ നീക്കാൻ സഹായിക്കുന്നത്. കൂടാതെ ധാരാളം പോഷകങ്ങൾ ഇതിലുണ്ട്. മാഗ്നീഷ്യം, പൊട്ടാഷ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ബി തുടങ്ങി പല പോഷകങ്ങളും, സിങ്ക്, കാൽഷ്യം, സെലനിയം, വൈറ്റമിൻ സി തുടങ്ങിയവയും ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഫംഗൽ ഗുണങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം വെളുത്തുള്ളിക്ക് മരുന്ന് ഗുണങ്ങൾ കൂടി നൽകുന്നു. കൊളസ്ട്രോൾ കുറയ്ക്കുന്നത് മാത്രമല്ല, പല പോഷക ഗുണങ്ങളും ശരീരത്തിന് നൽകുന്ന ഒന്നാണിത്. തടി കുറയ്ക്കാൻ ഇതേറെ നല്ലതാണ്. ശരീരത്തിലെ കൊഴുപ്പ് അലിയിച്ചു കളയാൻ ഇതേറെ സഹായിക്കുന്നു. ദഹനക്കുറവിനും ഗ്യാസ്, അസിഡിറ്റി, അലർജി പ്രശ്നങ്ങൾ, കഫസംബന്ധമായ പ്രശ്നങ്ങൾക്കും വെളുത്തുള്ളി നല്ല ഒരു മരുന്ന് കൂടിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കൊളസ്ട്രോൾ കുറയ്ക്കാനായി നിങ്ങളുടെ ഭക്ഷണശീലങ്ങളും ചില നല്ല മാറ്റങ്ങളും വരുത്തേണ്ടതുണ്ട്. ആരോഗ്യകരവും പോഷകപ്രദവുമായ ഭക്ഷണം ഉൾപ്പെടുത്തി കൊഴുപ്പ് അധികമുള്ള ആഹാരങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ശുദ്ധീകരിച്ച മാവ്, ഫാസ്റ്റ് ഫുഡുകൾ, ജങ്ക് ഫുഡുകൾ, സംസ്കരിച്ച ഭക്ഷണങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, വെണ്ണ, ചീസ്, നെയ്യ് തുടങ്ങിയ കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ ഭക്ഷണശീലത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുക. ഇതോടൊപ്പം ദിവസവും അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട്. കൂടുതൽ വീഡിയോകൾ കാണുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. Ethnic Health Code, forward to good health.